ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ മുട്ടയപ്പം ഉണ്ടാക്കാൻ പോവുകയാണേ. അതിനായി ആദ്യം തന്നെ ഇന്നലെ രാത്രി തന്നെ ഞാൻ ഇവിടെ ഒരു 4 ഗ്ലാസ് അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരിയൊക്കെ കഴുകി വൃത്തിയാക്കി നമുക്കത് അരച്ചെടുക്കാം. ചോറ് മാത്രമേ കൂട്ടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചരി നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ജാറിലേക്ക് മാറ്റാം. ഇനി നമുക്കതിലേക്ക് ചോറ്, 1 കപ്പ് ചോറ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ടയപ്പത്തിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. നന്നായി അരച്ചിട്ടുണ്ട് കേട്ടോ, നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ നമുക്കൊരു കടായി എടുത്ത് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ മുട്ടയപ്പത്തിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. മുട്ടയപ്പത്തിൻ്റെ കൂട്ട് നമുക്ക് എണ്ണയിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടയപ്പം റെഡി ആയി വന്നിട്ടുണ്ട്. എടുത്തിട്ട് കുറച്ച് മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യം മുട്ടയപ്പം ഒഴിച്ചപ്പോൾ അത് തിരിച്ചിട്ട് വേവിക്കാൻ നോക്കിയത്. അപ്പോൾ എണ്ണ നന്നായിട്ട് തെറിക്കുന്നുണ്ട് പുറത്തേക്ക്. അപ്പോൾ ഞാൻ എണ്ണ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സൈഡ് മാത്രം നന്നായി മുരിച്ചെടുക്കുകയും ചെയ്തത് കേട്ടോ. പിന്നീടുള്ളത് ഇതുപോലെ പെട്ടെന്ന് തന്നെ ഒഴിക്കണേ. കുറച്ച് ഒഴിച്ചാൽ നമുക്ക് നമ്മുടെ മുട്ടയപ്പം ആ ഒരു സൈസിൽ കിട്ടില്ല. നമ്മുടെ മുട്ടയപ്പം അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ടയപ്പമൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആട്ടോ, സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റിയാണ്.